ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്രിപ്റ്റിംഗ് വഴി നിങ്ങളുടെ ഡ്രീം ലൈഫ് എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ 90 ഡേയ്സ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനകത്തെ ഒരു ടാസ്ക് ആണ് എന്ത് സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത്. പക്ഷേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പല ആൾക്കാർക്കും ഇതെങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നറിയുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് പ്രോപ്പർ ആയിട്ടല്ല ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ മാനിഫെസ്റ്റേഷൻ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വ്യക്തമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. കാരണം ഇതിൽ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതിൽ ഒരു കാര്യം മിസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച ലൈഫ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആദ്യം ഇതെന്താണ് എന്ന് നമ്മൾ ഇത് ആദ്യം അറിയണം. അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. നല്ലൊരു ജോലി, കൂടുതൽ പണം വേണം, നല്ലൊരു ഡ്രീം ഹൗസ് വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, ആരോഗ്യം, പുതിയ കാർ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുമോ? സത്യം പറഞ്ഞാൽ നടക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നമുക്കത് നമ്മളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ എങ്ങനെയാണ് അത് പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ശരിയായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എഴുതി എഴുതി നോട്ട്ബുക്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും എഴുതി എഴുതി പോകുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ് എന്ന ഈ ടെക്നിക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉണ്ട്. അതിൽ തന്നെ ലോകം തന്നെ അംഗീകരിച്ചിട്ടുള്ള ലോകത്തിൽ ഒരുപാട് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന മെത്തേഡാണ് എന്ത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ സ്ക്രിപ്റ്റിംഗ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മളുടെ ഗോൾസിനെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മളുടെ തോട്ട്സ്, ഇമോഷൻസ്, ആക്ഷൻസ് എന്നിവയെല്ലാം അലൈൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എങ്ങനെ എഴുതണമെന്നും എപ്പോൾ എഴുതണം, എന്തെഴുതണമെന്നും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് എഴുതാൻ പാടില്ല എന്നതിനെ പറ്റിയുമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതി വെക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഓക്കെ. അതായത് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഫ്യൂച്ചർ വേർഷൻ നമ്മൾ തന്നെ എഴുതുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എനിക്കൊരു ഡ്രീം ജോബ് കിട്ടണം, എനിക്കൊരു നല്ല ജോലി കിട്ടണം എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യണം, എന്റെ ഡ്രീം ജോബ് അത് എന്താണെന്നുള്ളതും സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ട് അത് ലഭിച്ചു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് എനിക്ക് നല്ലൊരു ജോലി കിട്ടണം എന്ന് എഴുതുന്നതിന് പകരമായിട്ട് എനിക്ക് എന്റെ ഡ്രീം ജോബ് അത് എന്താണെന്നുള്ളതും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എഴുതണം. അത് ലഭിച്ചു, ഓൾറെഡി സംഭവിച്ചു എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. പ്രസന്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് നമ്മൾ എഴുതണം എന്ത്, ഞാൻ സന്തോഷത്തോടു കൂടി ഓഫീസിൽ ജോലി ചെയ്യുന്നു, എന്റെ ജോലി എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ഫിനാൻഷ്യലി സെക്യൂർ ആണ് എന്നും എഴുതുക. കാരണം ഈ എഴുതുന്ന സമയത്ത് ആ ഇമോഷൻസ്, നമുക്കൊരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സന്തോഷവാന്മാരാകുമോ, എന്ത് ഫീൽ ആയിരിക്കും അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും നമ്മൾ ഉണ്ടാകുക, അത് നമ്മളുടെ ബോഡിയിൽ ഓരോ കോശങ്ങളും ഫീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? ആദ്യത്തേത് ആഗ്രഹമാണ്, രണ്ടാമത്തേത് എന്താണ്, ഓൾറെഡി അച്ചീവ്ഡ് എന്ന ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് എന്ന്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മാജിക് ഒന്നുമല്ല. ഓക്കെ. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അതായത് ഏറ്റവും വലിയൊരു പ്രശസ്തമായ ഒരു സീയിങ് ഉണ്ട്. അതായത് ഏറ്റവും നമ്മൾ ഭയക്കേണ്ട മനുഷ്യൻ ഏതാണെന്നറിയോ? ഒരുപാട് ആഗ്രഹങ്ങളും എന്നാൽ അതേപോലെ തന്നെ അലസതയും ഉള്ളവനെയാണ് എന്ന് പറയും. അതായത് എല്ലാ ആൾക്കാർക്കും ആഗ്രഹമുണ്ട്. ആർക്കാണ് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത്? ആഗ്രഹങ്ങളുള്ള മനുഷ്യന്മാരാണ് നമ്മളുടെ ചുറ്റും. പക്ഷേ ആ ആഗ്രഹങ്ങൾ മാത്രം പോരാ.
നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക കൂടെ വേണം, അല്ലെ? ഇപ്പോ എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആണെന്നുണ്ടെങ്കിലും, എന്ത് തന്നെ ഏത് തരത്തിലുള്ള നിങ്ങൾ എത്ര മെഡിറ്റേഷനും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ മാത്രം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. നമ്മൾ അതിനൊപ്പം ചില ആക്ടുകൾ കൂടെ ചെയ്യേണ്ടി വരും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കിപ്പോൾ 1 കോടി രൂപ ലോട്ടറി അടിക്കണമെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. ലോട്ടറി എടുക്കാതെ ഞാൻ വീട്ടിലിരുന്ന് 1 കോടി രൂപ എനിക്ക് വേണം, 1 കോടി രൂപ ലോട്ടറി അടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല. കാരണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നെസസറി ആയുള്ള ആക്ഷൻസ് ഉണ്ട്. ആ ആക്ഷൻസ് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ ഒരു എക്സാം ഉണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. ആ എക്സാമിന് ഒരക്ഷരം പോലും പഠിക്കാതെ, പുസ്തകം പോലും തുറക്കാതെ നിങ്ങൾ പോയി എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം പാസ്സാവാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. ആ ആക്ഷൻസ് നമ്മളെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനും നമ്മൾക്ക് അത് ചെയ്യാനുള്ള ഊർജവും എനർജിയും അതേപോലെ തന്നെ നമുക്ക് അതിനുള്ള പാഷനും ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ വഴി സാധിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാജിക് സ്പെല്ലൊന്നുമല്ല. നമ്മൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ യൂണിവേഴ്സ് അത് നിർബന്ധമായിട്ടും വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് എത്തിക്കും എന്നതല്ല. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗോൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ മൈൻഡിൽ വീണ്ടും ആ ഗോൾ വിഷ്വലൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതിന്റെ ഇമോഷൻസ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. അതോടുകൂടി നമ്മളുടെ അറ്റൻഷൻ, ഡിസിഷൻസ്, ഹാബിറ്റ്സ്, ആക്ഷൻസ് എന്നിവ എല്ലാം തന്നെ ആ ഗോളിനോട് കൂടുതൽ അലൈൻ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിംഗ്, ബിലീഫ്, ആക്ഷൻ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പവർഫുൾ കോമ്പിനേഷൻ ആണ് എന്ത്? സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അങ്ങനെ നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട്, വളരെ എഫക്റ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ശരിക്കും ഈ മാനിഫെസ്റ്റേഷന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന, നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് ഭാവനയിൽ നമുക്ക് കാണാനായിരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ പല ആൾക്കാർക്കും അത് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. കാരണം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് ചിന്തകൾ വരും. എനിക്കിത് സാധിക്കുമോ എന്നുള്ള ഡൗട്ട്സ് വരും. അങ്ങനെ ഡൗട്ട്സ് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ പുറകിലേക്ക് വലിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾസ് നിങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോവും. അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ എന്ത് ചെയ്യും? നിങ്ങൾ ആ ഒരു ഡ്രീമിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേ സമയം വർക്ക് ചെയ്യാണ്. സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യുന്നതിൽ നിന്നും മെയിൻ വ്യത്യാസം ഇതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും, അതായത് ടച്ച്, എല്ലാം നമ്മൾ ഇത് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഇത് എഴുതുമ്പോൾ, പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ അത് കേൾക്കുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫിംഗർ ടിപ്പിലുള്ള ഈ നാഡീഞരമ്പുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ന്യൂറോൺസ് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ തലച്ചോറുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. സോ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കാനായിട്ട് സാധിക്കും. സോ വിഷ്വലൈസേഷൻ വഴി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സ്ക്രിപ്റ്റിംഗ് വളരെ നല്ല ഒരു മെത്തേഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ആക്ച്വൽ ടെക്നിക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കാം. അതായത് നല്ലൊരു നോട്ട്ബുക്ക് എടുക്കുക. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേണൽ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഇത് ഞാൻ ആദ്യം തന്നെ നമ്മളുടെ ഈ 2026 മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ബുക്കുകൾ, ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ജേണൽ എന്ന് പറഞ്ഞൊരു ബുക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അതിനുവേണ്ടി മാത്രം ഒരു ബുക്ക് നിങ്ങൾ കരുതുക. എന്നിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എഴുതാൻ പോകുന്ന സമയത്ത് ഒരേ ഒരു റൂൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഒരേ ഒരു റൂൾ. അതെന്താണ്? റൈറ്റ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അത് എഴുതണം. അതായത് എനിക്കത് വേണം, എനിക്കത് കിട്ടണം, എനിക്ക് ഒരിക്കൽ അത് ലഭിക്കും എന്ന രീതിയിലല്ല നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ലാക്ക് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്കത് വേണം എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അത് നിങ്ങൾക്ക് ഓൾറെഡി ഇല്ല എന്നാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ആ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ലാക്ക് എനർജി ഉള്ളത് കാരണം അവിടെ വലിയ ഒരു മതിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കുമിടയിൽ ആ ഒരു വലിയ മതിൽ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് സംഭവിക്കും, നമ്മൾക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തന്നെ ചെയ്യും.
പകരം നമ്മൾ എന്താണ് എഴുതേണ്ടത്? എനിക്ക് ലഭിച്ചു, ഞാൻ അത് അനുഭവിക്കുന്നു, ഞാനത് ഫീൽ ചെയ്യുന്നു, ഞാൻ വളരെ സന്തോഷവതിയാണ്. അതായത് ഓ നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് ഇപ്പോൾ ഞാൻ ഈ 90 ഡേയ്സ് ചലഞ്ചിൽ ഒരു ഗോൾ ആണ് നിങ്ങളുടെ അടുത്ത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. ആ ഒരു ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ എഴുതാം. അത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് ഫീൽ ചെയ്യുന്നു. അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ എഴുതുക. അതിനുശേഷം ആ ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ സന്തോഷം നിങ്ങൾ എഴുതാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് യൂണിവേഴ്സിനും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ട റൂൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഒരു നോട്ട്ബുക്ക് തിരഞ്ഞെടുക്കാം. ആ നോട്ട്ബുക്കിന്റെ ഒരു പേജ് നിങ്ങൾ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവിടെ ഡേറ്റ് എഴുതി വെക്കുക. നിങ്ങൾ ഒരു നോട്ട്ബുക്ക് തിരഞ്ഞെടുക്കുക. അതിന്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡേറ്റ് എഴുതുക. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 26 ഓഗസ്റ്റ് 2026 അങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഹെഡിങ് എന്തെഴുതണം? മൈ ഡ്രീം ലൈഫ് അല്ലെങ്കിൽ മൈ പെർഫെക്റ്റ് ഡേ എന്ന് കൊടുക്കുക. ഇനിയാണ് ഇമാജിനേഷൻ തുടങ്ങാൻ പോകുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ആ ഡ്രീം ലൈഫിൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും? രാവിലെ ഏത് സമയത്താണ് നിങ്ങൾ എഴുന്നേൽക്കുക? എവിടെയാണ് നിങ്ങൾ എഴുന്നേൽക്കുക? എഴുന്നേറ്റാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണ് കാണുക? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്താണ്? നിങ്ങളുടെ ജോലി എന്താണ്? ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്? അങ്ങനെ എല്ലാം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? ഇതെല്ലാം എഴുതുക. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റു. എന്റെ ബ്യൂട്ടിഫുൾ വീടിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യുന്നു. എന്റെ കുടുംബം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നു. എന്റെ റിലേഷൻഷിപ്പ് വളരെ ലവിങ് ആൻഡ് പീസ്ഫുൾ ആണ്. എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ദിസ് ഇസ് എക്സാക്ട്ലി ദ ലൈഫ് ഐ ഓൾവേസ് ഡ്രീംഡ് ഓഫ്. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇതിലേതും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറയുന്നത് ഈ ഒരു 90 ഡേയ്സിലേക്ക് നിങ്ങൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോബ് വേണം. അപ്പൊ PSCയിലെ ഫോർ എക്സാമ്പിൾ, എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എക്സാമ്പിൾ പറയാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന ആളാണ് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് ഇന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടെയാണ് അവിടെയാണ് ജോലി ചെയ്യുന്നത്, റെഡി ആയിട്ട് ഓഫീസിലേക്ക് റെഡിയായി പോകാനായിട്ട് നിൽക്കുകയാണ്. എന്റെ ജീവിതം വളരെ സന്തോഷകരമാണ്. ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കൈവന്നിരിക്കുകയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് എന്നെഴുതുക. ഇനി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണ് വേണ്ടതെങ്കിൽ, ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, അവർക്ക് വേറെ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അവരെഴുതേണ്ടത് എന്താണ്? ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റു. അപ്പോൾ എന്റെ പാർട്ണർ എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ നോക്കി. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ഒരു കോഫി കൊണ്ട് കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ച് കോഫി കുടിച്ചു. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചു. അദ്ദേഹം ഓഫീസിൽ പോകാൻ പോകുന്നതിന് മുന്നേ എന്നെ ഹഗ് ചെയ്തിട്ടാണ് പോയത്. ഓഫീസിൽ ചെന്നിട്ടും എന്നെ വിളിച്ചു. തിരിച്ചു വന്ന സമയത്ത് അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിച്ചു. തിരിച്ചു വന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. എന്നോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഇന്റിമസി എന്തും, അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതാം. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ്. എൻ്റെ ജീവിതം ഇപ്പോൾ ഫുൾഫിൽഡ് ആണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവ് അല്ലെ ഭാര്യ നോക്കുന്നു. എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഞാൻ വളരെ സന്തോഷവതിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ എഴുതാം. കടമുള്ള ആൾക്കാരാണെങ്കിൽ എന്താ എഴുതാം? എനിക്ക് എൻ്റെ എല്ലാ കടങ്ങളും വീട്ടി കഴിഞ്ഞു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി. ഞാനിപ്പോൾ ഭയങ്കര ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ബർഡനും എനിക്കില്ല. ഞാൻ വളരെ സന്തോഷം. ഞാൻ ഇന്ന് രാവിലെ കണ്ണു തുറക്കുന്ന സമയത്ത് ഒരു കടം പോലും ഇല്ലാത്ത സന്തോഷവാനായ ഒരാളായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ ഭയങ്കര എന്താ ഫ്രീഡം അനുഭവിക്കുന്നു. എൻ്റെ കുടുംബവും അതിനൊപ്പം തന്നെ സന്തോഷിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. പുതിയ വീട് വേണം എന്നുള്ളവരാണെങ്കിൽ എന്താ എഴുതേണ്ടത്? ഞാൻ ഇന്ന് രാവിലെ എൻ്റെ സ്വന്തം വീട്ടില് ഞാൻ
ഉറക്കം എഴുന്നേറ്റു. എൻ്റെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് നോക്കി. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ വീടിന്റെ ഓരോരോ ബാൽക്കണിയുടെ എന്താ പറയുന്നത് ആ റെയിലിൽ ഞാൻ ടച്ച് ചെയ്തു. അതിന്റെ വാളിൽ ഞാൻ ടച്ച് ചെയ്തു. ഞാൻ സ്റ്റെയർസ് ഇറങ്ങുമ്പോൾ അതിന്റെ റെയിലിൽ ഞാൻ ടച്ച് ചെയ്തു. അതിന്റെ ഡോറിൽ ഞാൻ ടച്ച് ചെയ്തു. വളരെ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാനായിട്ട് സാധിക്കുമോ അത്രയും എഴുതുക. നിങ്ങളുടെ സമയപരിമിതി അനുസരിച്ച് കേട്ടോ. ഒരുപാട് രണ്ടോ മൂന്നോ സെന്റൻസോ അല്ലെ ഒന്നോ രണ്ടോ സെന്റൻസ് എഴുതിയാലും മതി. പക്ഷെ എഴുതുമ്പോൾ ആ സംഭവിച്ചു കഴിഞ്ഞ രീതിയിലുള്ള ഫീൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. അതാണ് സംഭവം. ഇനിയിപ്പോ പണം, മണിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പണം വേണം എന്ന് എഴുതുകയേ ചെയ്യരുത്. എന്താ എഴുതേണ്ടത്? പകരം ഇങ്ങനെ എഴുതേണ്ടത്: ഞാൻ ഫിനാൻഷ്യലി അബണ്ടന്റ് ആണ്. എന്റെ ഇൻകം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പല നല്ല ഓപ്പർച്യൂണിറ്റീസ് സംഭവിക്കുന്നു. ഞാൻ പണം വളരെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം കംഫർട്ടബിളി അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്റെ സേവിങ്സ് വളരുന്നു. എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. പണത്തെക്കുറിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. പണത്തെക്കുറിച്ച് ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. ഞാൻ ഈ ഒരു അബണ്ടൻസിനോട് ഓപ്പൺ ആണ്. എൻ്റെ ജീവിതത്തിൽ വെൽത്ത് അല്ലെ ധനം വളരെ സ്വാഭാവികമായിട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങൾ എഴുതുന്ന സമയത്ത് കാര്യം സംഭവിച്ചാൽ എന്താണ് നിങ്ങളുടെ ശരീരം ഫീൽ ചെയ്യുക, ആ ഫീലിംഗ് അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നാഡി ഞരമ്പുകളും ആ ഫീലിംഗ് അറിയണം. എന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ നടക്കൂ നടക്കൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ആ ഫീൽ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ തുടക്കക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ ആദ്യം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത് നടക്കുമോ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് സംഭവിക്കും. അത് വളരെ എന്താണ് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇവൻ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് ഭയങ്കര ഒരു ഡൗട്ട് തോന്നും. നമുക്ക് ഓൾറെഡി തന്നെ സെൽഫ് ഡൗട്ടും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ മൈൻഡ് അത് റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കാൻ തുടങ്ങും. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാറുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമേ ഉള്ളൂ. നമ്മൾ ഇത് പറയാണ്, ഇത് ഇന്നിപ്പോ രാത്രിയാണ്, ഇത് പകലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും. എനിക്ക് ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും. അല്ലെങ്കിൽ ഞാൻ വലിയ രോഗിയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും. ഞാൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പൊ നിങ്ങൾ എന്ത് കമാൻഡ് ആണോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്നത്, ആ റിയാലിറ്റി ആയിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ അതിന് കൊടുക്കേണ്ട കമാൻഡ് എന്താണ്? എൻ്റെ ജീവിതം പെർഫെക്റ്റ് ആണ് എന്ന്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് അത് റിയാലിറ്റി ആണെന്ന് ഫീൽ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം എന്ത് സംഭവിക്കും? മാറി മറിഞ്ഞ് നിങ്ങളുടെ ആ റിയാലിറ്റിയിലേക്ക് അത് അലൈൻ ചെയ്ത് ആ റിയാലിറ്റി സംഭവിക്കും. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ടി വിയിൽ ചാനൽ മാറ്റുന്ന പോലെ. ഓൾറെഡി തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ റിയാലിറ്റി അവിടെ എക്സിസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് ഹയസ്റ്റ് ആക്കി കൊണ്ടുവന്ന് ആ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സും ശരീരവും ഒരേപോലെ പ്രവർത്തിക്കണം. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, വിഷ്വലൈസേഷൻ മാത്രം മതി മാനിഫെസ്റ്റേഷൻ. ഈ പറയുന്ന യൂട്യൂബിലൊക്കെ ആയിരക്കണക്കിന് ടെക്നിക്സ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യവും സംഭവിക്കും. പക്ഷെ അത് നമ്മൾ തുടക്കക്കാരെന്ന രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടാസ്കുകൾ തന്നിട്ട് ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് ഓരോരോ ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താ, നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കുറേ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത്, ഇപ്പം സ്ക്രിപ്റ്റിംഗ് ഒന്നും ഡെയിലി ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടക്കും. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേണമെങ്കിൽ മാത്രമേ ഞാൻ സ്ക്രിപ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു കഴിയുമ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്കത് സംഭവിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് അത് വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളുടെ മൈൻഡിനെ ആ രീതിയിൽ റീവയർ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്കും അത് സാധിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പറയുന്നത്,
എ- ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എഴുതുന്നതിന് പകരം എന്താണ്, നിങ്ങൾക്ക് വേണ്ട ആ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റീസ് എഴുതുക. അതായത് അവര് എന്നെ മാത്രം സ്നേഹിക്കണം, അവരെന്റെ കൂടെ അങ്ങനെയല്ല നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ എഴുതേണ്ടത്, എന്റെ പാർട്ണർ എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്, എന്നെ നല്ല രീതിയിൽ നോക്കുന്നു, എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. എനിക്ക് ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ എന്റെ റിലേഷൻഷിപ്പിനകത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ റെഡി ആവുന്ന സമയത്ത് ഇവൻ എന്നെ മുടി ചീകി കെട്ടിത്തരുന്നു, എന്റെ ടിഫിൻ പാക്ക് ചെയ്ത് എന്റെ കൂടെ നിൽക്കുന്നു, എന്നെ കൊണ്ടുവിടുന്നു, തിരിച്ചു കൊണ്ടുവരാൻ വരുന്നു, അതുപോലെ വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുന്നു. അതെല്ലാം എന്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ വേണമെന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. എപ്പോഴും എന്റെ കൂടെ ഭയങ്കര ക്ലിങ്ങി ആയിട്ട് നിൽക്കുന്നു, എന്റെ കൂടെ തന്നെയായിരിക്കും എപ്പോഴും. അതെല്ലാം എന്റെ പാർട്ണർക്ക് വേണ്ട ക്വാളിറ്റീസ് ഇതൊക്കെയാണെന്ന് ഞാൻ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഞാൻ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടിയ റിലേഷൻഷിപ്പാണ് ഇത്. അതേപോലെ നിങ്ങളുടെ പാർട്ണർക്ക് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് അത് വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അത് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ എന്താ എഴുതണം, ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ എഴുതാം. എന്നെ മനസ്സിലാക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഞാൻ അനുഭവിക്കുന്നു. ഞാനും എന്റെ പാർട്ണറും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നു. ഞങ്ങൾ ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പീസ്ഫുൾ ആണ്. ഞാൻ സേഫ്, ലവ്ഡ് ആൻഡ് വാല്യൂഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. സെക്യൂർഡ് എന്ന് എഴുതിക്കോ. സേഫ് ആയിട്ടും സെക്യൂർഡ് ആയിട്ടും ലവ്ഡ് ആയിട്ടും വാല്യൂഡ് ആയിട്ടും ഫീൽ ചെയ്യും. കാരണം ഇതെല്ലാം റിലേഷൻഷിപ്പിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മളെ വാല്യൂ ചെയ്യണം, നമ്മളെ റെസ്പെക്ട് ചെയ്യണം, നമ്മളെ സ്നേഹിക്കണം, അതേപോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, നമുക്ക് സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യണം. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആകണം. അല്ല ആകണമെന്നല്ല, ആകുന്നു, ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന രീതിയിൽ എഴുതുക. അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആ ഫീലിംഗിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അല്ലാതെ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുക ആയിരിക്കരുത്. അതായത് അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അവര് എൻ്റെത് മാത്രമായിരിക്കണം, എന്നെ ഇങ്ങനെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത്, അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത്. അത് ഓൾറെഡി തന്നെ നമ്മൾക്ക് എന്ത് ക്വാളിറ്റിയാണ് നമ്മൾക്ക് അവരിൽ നിന്ന് വേണ്ടത് അത് സംഭവിച്ചു എന്ന രീതിയിൽ എഴുതുക. എന്നെ എപ്പോഴും കെയർ ചെയ്യണം, എന്നെ എപ്പോഴും ഫോൺ വിളിക്കണം, എന്നെ മെസ്സേജ്, അങ്ങനെയല്ല എഴുതേണ്ടത്. ഞങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അദ്ദേഹം എന്ന രീതിയിൽ നമ്മൾ എഴുതുക. ഓക്കെ. ഇനി കരിയറിനായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡ്രീം പൊസിഷൻ എഴുതണം. അതായത് എനിക്ക് പ്രൊമോഷൻ വേണം എന്ന് എഴുതുന്നതിന് പകരം എന്താണ്, എന്റെ കരിയറിൽ എനിക്ക് മികച്ച വളർച്ച ലഭിച്ചു, എന്റെ കഴിവുകളെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എനിക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു, എന്റെ ജോലി എനിക്ക് സന്തോഷവും സാമ്പത്തിക സുരക്ഷയും നൽകുന്നു. അതേപോലെ തന്നെ ഞാൻ എന്റെ കരിയറിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാൻ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നു. ഈ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്, ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നു, ഞാൻ ഹെൽത്തി ഹാബിറ്റ്സ് തിരഞ്ഞെടുക്കുന്നു, എനിക്ക് നല്ല എനർജി ഉണ്ട്, ഞാൻ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നു, ഞാൻ റെഗുലറായി എക്സസൈസ് ചെയ്യുന്നു, എനിക്ക് എൻ്റെ ശരീരത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, എൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ കഴിയുന്ന നല്ല ചോയ്സസ് ഞാൻ ദിവസവും എടുക്കുന്നു. അപ്പോൾ ഞാൻ ഷുഗർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷുഗർ കഴിക്കുന്ന ആളല്ല, അല്ലെ ഷുഗർ കഴിക്കുന്നത് എനിക്ക് അലർജിയാണ് എന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. ഞാൻ ഫ്രൈസ് കഴിക്കുന്ന ആളല്ല എന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 80 കിലോ വെയിറ്റ് ഉണ്ട്, ഇനി ഞാനിപ്പോൾ 50 kg വെയിറ്റ് ഉള്ള ഐഡിയൽ വെയിറ്റിലാണ് ഞാനിപ്പോൾ എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഈ എഴുതുന്നത് മാത്രമല്ല കേട്ടോ, ഈ എഴുതുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മളുടെ റിയൽ ലൈഫ് ആക്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് ആക്ച്വലി ചെയ്യുക. അതായത് നമ്മൾ ഈ എഴുതി വെക്കുന്ന മാത്രമല്ല, എഴുതി വെക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചെയ്യാനുള്ള ഊർജ്ജം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ ഞാൻ ഷുഗർ കഴിക്കുന്ന ആളല്ല, ഷുഗർ എനിക്ക് അലർജിയാണ് നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഷുഗർ ഐറ്റംസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു വിരക്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ് എന്ന് നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നാൽ എക്സസൈസ് ചെയ്യാത്ത ദിവസം നിങ്ങൾക്ക് ഭയങ്കര കുറ്റബോധം അനുഭവപ്പെടും. അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ക്ലാരിറ്റി എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുക, ഇതാണോ അതാണോ, അങ്ങനെ ചോദിക്കുമ്പോൾ പോലും അവർക്കൊരു അത് കിട്ടിയാലും കുഴപ്പമില്ല, ഇത് കിട്ടിയാലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയല്ല. നമ്മൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. നിങ്ങൾക്ക് പണമാണോ വേണ്ടത്, കരിയർ ആണോ വേണ്ടത്, റിലേഷൻഷിപ്പ് ആണോ, ഹോം, ഹെൽത്ത്, ട്രാവൽ ആണോ, ഫ്രീഡം ആണോ, എന്താണ് ബെറ്റർ ലൈഫ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ബെറ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേഗമാണ്. അത്
യൂണിവേഴ്സിന് മനസ്സിലാവില്ല എന്താണ് നിങ്ങളുടെ ബെറ്റർ ലൈഫ് എന്ന് യൂണിവേഴ്സിന് അറിഞ്ഞൂടാ. മേ ബി യൂണിവേഴ്സിന് തോന്നുകയാണ് നിങ്ങളുടെ ബെറ്റർ ലൈഫ് എല്ലാം നഷ്ടപ്പെട്ട ഒരു സന്യാസിയെ പോലെ അലിഞ്ഞു തിരിയുന്നതാണ് നിങ്ങളുടെ ബെറ്റർ ലൈഫ് എന്ന് തോന്നിക്കഴിഞ്ഞാലോ? അതല്ലല്ലോ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കമാൻഡ് യൂണിവേഴ്സിനും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും കൊടുക്കുക. കാരണം ഇത് നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് ഇന്നതാണ് ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് വ്യക്തമായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന പോലെ കൃത്യമായി ഇതാണ് വേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് കൃത്യമായിട്ട് യൂണിവേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. പിന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യം, മാനിഫെസ്റ്റേഷൻ ഓൾവേസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല മാനിഫെസ്റ്റ് ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യും. സോ നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യണം. ഞാൻ എങ്ങനെ നെഗറ്റീവ് തോട്ട്സിനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ എവിടെയെങ്കിലും കാണാം. എനിക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ആ ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമ്പം എങ്ങനെ ആ ചിന്തകളെ ചേഞ്ച് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി ആ ചിന്തകളെ മാറ്റി. ഏതെങ്കിലും നെഗറ്റീവ് തോട്ട് വരണം, കാരണം അത് മാനിഫെസ്റ്റ് ആകും, 100% അത് മാനിഫെസ്റ്റ് ആകും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ഭയങ്കര ഒരു മുരുക ഭക്തയാണ്. ഞാൻ എന്റെ ദൈവത്തിലെ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ എല്ലാ മതങ്ങളിലും ഞാൻ വിശ്വസിക്കുക, എല്ലാ മതങ്ങളും റെസ്പെക്ട് ചെയ്യുകയും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ മുരുകനോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ണടച്ചിട്ട് മുരുകന്റെ ഫേസ് ഞാനിങ്ങനെ ആ ഒരു എന്റെ പൂജാമുറിയിലെ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഇങ്ങനെ എന്റെ മനസ്സിൽ വന്നിട്ട് ഞാൻ ഇല്ല മുരുകൻ അത് നോക്കിക്കോളും, മുരുകൻ സോൾവ് ചെയ്തോളും എന്ന് പറഞ്ഞ് അപ്പൊ ആ നെഗറ്റിവിറ്റി മാറിയിട്ട് അവിടെ പോസിറ്റിവിറ്റി ഇല്ല, അത് അങ്ങനെ സംഭവിക്കില്ല, മുരുകൻ നോക്കിക്കോളും. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് തോട്ട് എന്ന് വെച്ചാൽ പല രീതിയിൽ, ഞാൻ ഭയങ്കര ഓവർ തിങ്കറാണ്, പല രീതിയിലുള്ള തിങ്കിങ് എന്റെ മനസ്സിലേക്ക് വരും എപ്പോഴും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ആ കാര്യം വരുമ്പോൾ തന്നെ എന്റെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ചിന്തിച്ച് ഇല്ല അത് സംഭവിക്കില്ല, അത് എന്റെ ദൈവം നോക്കിക്കോളും എന്ന് ഞാൻ തിങ്ക് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന എന്ത് ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾക്ക് ഈ ദൈവവിശ്വാസം ഇല്ലെങ്കിൽ യൂണിവേഴ്സിനെ നിങ്ങൾക്ക് അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ ക്ലാരിറ്റിയാണ് എന്താ മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും ആദ്യം വേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ 2 ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി നിങ്ങൾ വിശദീകരിച്ച് എഴുതുക. അതായത് നിങ്ങൾ എവിടെയാണ് ഇപ്പോഴുള്ളത്, ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയാണ്, നിങ്ങളുടെ ആഫ്റ്റർനൂൺ എങ്ങനെയാണ്, ഈവനിങ് എങ്ങനെയാണ്, നിങ്ങളുടെ ആ ഗോൾ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അന്നത്തെ ദിവസം സംഭവിക്കുക എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ 90 ഡേയ്സ് ചലഞ്ചിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ടു ഡു ലിസ്റ്റും കൂടി എഴുതണം എന്നുള്ളത്. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരാൾ എനിക്ക് എഴുതി അയച്ച കുറെ പേര് അയച്ചതിനകത്ത് ഒരാൾ അയച്ചതിൽ ഞാൻ രാവിലെ ഇതൊക്കെ ചെയ്തു, അതിനുശേഷം എന്റെ ഡ്രീം ജോബിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയല്ല, നിങ്ങൾ ആ ഡ്രീം ജോബിന് വേണ്ടി എന്താണ് അന്ന് ചെയ്യാൻ പോകുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ടു ഡു ലിസ്റ്റിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ എഴുതണം. അതായത് ഇപ്പൊ രാവിലെ നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റു, മെഡിറ്റേഷൻ ചെയ്തു, അത് ചെയ്തു സ്ക്രിപ്റ്റിംഗ് എല്ലാം ചെയ്തു, കുളിച്ചു, വന്നു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ജോലിയൊന്നും ഇല്ലാത്തവരാണ്, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതേണ്ടത്, അപ്പം ഒരു 10-12 മണിയോടുകൂടി എന്റെ ജോലിയെല്ലാം തീർത്ത് 1 മണി മുതൽ 1:30 വരെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്റെ അല്ല 1:30 പോട്ടെ 2 കൂട്ടിക്കോ, 2 to 4 എന്റെ പുതിയ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇതിന് എന്താണ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് യൂട്യൂബിൽ ഇത് കണ്ട് അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ടു ഡു ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം. പിന്നെ 4 to 4:30 ചായ, വാട്ടർ ഇറ്റ് ഈസ്. 4:30 ശേഷം 4:30 to 5:30 വരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളും റീലുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യും. അതാണ് നിങ്ങളുടെ അടുത്ത കാര്യം. അതിനുശേഷം 5:30 മുതൽ 6 ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് എഴുതാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് പഠിക്കുന്നു, വായിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഗോളുമായിട്ട് അലൈൻ ചെയ്ത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് നിങ്ങൾ ടു ഡു ലിസ്റ്റിൽ എഴുതുക. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എഴുതണം, ടു ഡു ലിസ്റ്റ് എഴുതണം. അന്നത്തെ ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി വ്യക്തമായിട്ട് നിങ്ങൾ എഴുതണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് പോകും. അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിംഗ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയേണ്ടത്, നിങ്ങൾക്ക് ആ സമയത്ത് ഫീൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് പീസ്, കോൺഫിഡൻസ്, ലവ്, ഫ്രീഡം, ഗ്രാറ്റിറ്റ്യൂഡ്, പ്രൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾ അതൊക്കെ എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ അതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത്
അത് നിങ്ങളുടെ ശരീരം മുഴുവൻ ഫീൽ ചെയ്യണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്നാൽ മാത്രമേ അത് റിയാലിറ്റി ആയിട്ട് വരുള്ളൂ. ഇനി ഇത് കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതൊരു സീക്രട്ട് ടെക്നിക്കാണ്. അതായത് നിങ്ങളുടെ ഡ്രീം റിയാലിറ്റി എഴുതുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് മണം, എന്താണ് ടേസ്റ്റ് എന്ന രീതിയിലും കൂടെ നിങ്ങൾ എഴുതാം. അതായത് എക്സാമ്പിൾ പറയുന്നത് ഡ്രീം ഹൗസ് ആണെങ്കിൽ എൻ്റെ പുതിയ വീട്ടിലേക്ക് കയറുന്നു. എൻ്റെ പുതിയ വീടിന്റെ ആ ഒരു പുതുമയുടെ സ്മെൽ, അതായത് പുതിയ മരം, അതുപോലെ പുതിയ എന്താ പറയുന്നത് ഫർണിച്ചേഴ്സ്, അതുപോലെ പുതിയ മെത്ത, അങ്ങനെയുള്ള ഓരോന്നിന്റെയും ഓരോന്ന് ഇലക്ട്രോണിക് അപ്ലയൻസസ്, ഇതിന്റെ എല്ലാം സ്മെൽ നിങ്ങൾ അവിടെ ഫീൽ ചെയ്യണം. ആ സ്മെല്ല് ഞാൻ അനുഭവിക്കുന്നു. അതുപോലെ സൺലൈറ്റ് എൻ്റെ ലിവിംഗ് റൂമിലേക്ക് വരുന്നു. എൻ്റെ ഫാമിലി സന്തോഷത്തോടെ സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഓക്കെ, എൻ്റെ സോഫയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഡീപ്പ് പീസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അപ്പൊ ഞാനിങ്ങനെ എൻ്റെ സോഫ, എൻ്റെ ഡൈനിങ് ടേബിൾ, എൻ്റെ TV, ഫ്രിഡ്ജ് ഇതെല്ലാം ടച്ച് ചെയ്യുന്നു എന്നെല്ലാം നിങ്ങൾ എഴുതുക. നിങ്ങളുടെ എല്ലാ സെൻസുകളും അവിടെ എന്താണ് അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ, റിയാലിറ്റി ആയി എന്ന രീതിയിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സത്യം പറഞ്ഞ ഒരു പറ്റിക്കൽ പരിപാടിയാണിത്. എന്നാൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് കളിപ്പിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാനം എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് ചേർക്കുക. എൻ്റെ ജേർണിയിലെ ഓരോ ഓപ്പർച്യൂണിറ്റീസിനും ഓരോ ലെസൺസിനും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു യൂണിവേഴ്സ്, ഓർ താങ്ക് യു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശക്തിയോട് നിങ്ങൾ നന്ദി പറയുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണോ അത്രത്തോളം കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരിക്കലും നമുക്ക് എന്തൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കൂടുതൽ വിനയ ഉള്ള ആൾക്കാരായി മാറുകയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും നമ്മളുടെ കഴിവുകൊണ്ട് കിട്ടുന്നതല്ല, ആ ഒരു സർവേശ്വരനോ അല്ലെ ആ ഒരു പ്രപഞ്ച ശക്തിയോ നമുക്ക് കൊണ്ടുതരുന്നതാണ്. അതിനോട് എപ്പോഴും നമ്മൾ കടപ്പെട്ട് ഇരിക്കുക. നമ്മളുടെ കാരണവന്മാരായിരിക്കാം, നമ്മളുടെ ഗുരുക്കന്മാരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അങ്ങനെ എല്ലാം കൊണ്ടാണ് നമ്മൾക്ക് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനോടും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡും സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് പറയുമ്പോൾ നിങ്ങൾ അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഫ്യൂച്ചർ വേർഷൻ ഇന്ന് നിങ്ങളുടെ ആ ഫ്യൂച്ചർ വേർഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളുടെ ഡ്രീം കരിയറിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്കിൽ പഠിക്കുക, അതിന് വേണ്ടി കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് വേണ്ടെങ്കിൽ മണി പ്ലാൻ ചെയ്യുക, എക്സ്ട്രാ ഇൻകം വേണ്ട സോഴ്സസ് കണ്ടുപിടിക്കുക. ഇപ്പൊ യൂട്യൂബ് സക്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ മാനിഫെസ്റ്റേഷൻ മാത്രം കൊണ്ട് ഒരു കാര്യവും സംഭവിക്കില്ല. അതിന്റെ കൂടെ ആക്ഷൻസ് കൂടെ വേണം, എന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സംഭവിക്കൂ. ഇതൊക്കെ ഓരോരോ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ മണി സ്ക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ ഫിനാൻഷ്യലി അബണ്ടന്റ് ആണ്, ഇൻകം വർദ്ധിക്കുന്നു, ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു, ഞാൻ പണം വൈസ്ലി മാനേജ് ചെയ്യുന്നു, എൻ്റെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വളരുന്നു, ഫിനാൻഷ്യൽ ഫ്രീഡത്തിനായി ഞാൻ കൺസിസ്റ്റന്റ് ആയി ആക്ഷൻ എടുക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ലവ്ഡ് ആണ്, വാല്യൂഡ് ആണ്, അണ്ടർസ്റ്റുഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, എനിക്ക് ഇമോഷണൽ സേഫ്റ്റി കിട്ടുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. കരിയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്, എൻ്റെ കരിയറിൽ മികച്ച വളർച്ച ലഭിക്കുന്നു, എൻ്റെ സ്കിൽസ് വിലമതിക്കപ്പെടുന്നു, എനിക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, ഞാൻ കോൺഫിഡന്റ് ആണെന്ന് എഴുതുക, ഞാൻ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് എഴുതുക. ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ എന്താ എഴുതുക, ഞാൻ എൻ്റെ ശരീരത്തെ കെയർ ചെയ്യുന്നു, ഹെൽത്തി ഫുഡ്, എക്സസൈസ്, സ്ലീപ്പ്, എനർജി, ഇതെല്ലാം തന്നെ ഞാൻ ചെയ്ത് ഹെൽത്തി ഫുഡാണ് ഞാൻ കഴിക്കുന്നത്, ഞാൻ എക്സസൈസ് ഡെയിലി, ഞാൻ ആഴ്ചയിൽ ഞാൻ 5 ദിവസം എക്സസൈസ് ചെയ്യുന്നു, 6 ദിവസം എക്സസൈസ് ചെയ്യുന്നു, ഞാൻ 8 മണിക്കൂർ കിടന്നുറങ്ങുന്നു, ഞാൻ എൻ്റെ എനർജി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫുഡ് കഴിക്കുന്നു, അതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു, പിന്നെ പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ്, ഞാൻ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എഴുതുക. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനുള്ള ആക്ഷൻസ് കൂടെ ചെയ്യുക. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, എന്തെഴുതാൻ പാടില്ല എന്നുള്ളത്, ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. ഓക്കെ, അതായത് എനിക്ക് ഐ ഡോണ്ട് വാണ്ട് എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ, ഒരു 4-5 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് എന്ന് എഴുതരുത്. അത് എനിക്ക് ഡെപ്റ്റ് വേണ്ട, എനിക്ക് കടം വേണ്ട എന്ന് എഴുതരുത്. പകരം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് നിങ്ങൾ എഴുതണം. അല്ലെങ്കിൽ എനിക്ക്
പണം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് വേണ്ട എന്നല്ല എഴുതേണ്ടത്. ഞാൻ ഞാൻ ഹെൽത്തി റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി അബണ്ടന്റ് ആണ്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട് എന്ന രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതുന്ന സമയത്ത് ഭയങ്കര ഫിയർ ആയിട്ടും ഡിപ്രഷനിലും വിഷമിച്ച് സങ്കടപ്പെട്ടോ ഒന്നുമല്ല എഴുതുക. എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രീം റിയാലിറ്റി ഓൾറെഡി സംഭവിച്ചു എന്ന രീതിയിൽ സന്തോഷത്തോടു കൂടി എഴുതുക. ഒരു ഡൗട്ട് പോലും എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ആദ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ദാറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി നോർമൽ ആണ്, അത് പതുക്കെ പതുക്കെ മാറിപ്പോയിക്കോളും കേട്ടോ. അടുത്തത് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് മറ്റൊരാളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. മറ്റൊരാളുടെ ഫ്രീ വില്ലിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. കുറേ പേര് എൻ്റെ അടുത്ത്, കുറേ ലേഡീസ് എൻ്റെ അടുത്ത് അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, അവരുടെ ഹസ്ബൻഡിന് സ്നേഹമില്ല, മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് അവരുടെ ചോയ്സ് ആണ്. ഓക്കെ, അത് ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതെനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ ഇവര് തകർന്നടി, എന്തിനാണ് തകർന്നടിയുന്നത്? ചോയ്സ് ആണ്, ലെറ്റ് ദം ഡു ദാറ്റ്. അതിന്റെ പകരമുള്ള എന്താ പറയുന്നത്, അതിന്റെ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിക്കട്ടെ, അതൊക്കെ അവരുടെ പ്രശ്നവും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഒരാൾ അയാളുടെ ലൈഫിൽ മോശമായ രീതിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ലെറ്റ് ദം ഡു ദാറ്റ്. അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യണം. തിരിച്ച് എന്നെ തന്നെ എന്തിന് മറ്റൊരു ലേഡിയുടെ കൂടെ പോയ ഒരാളെ നമുക്ക് എന്തിനാണ്? ലെറ്റ് ഹിം ലീവ് ലൈക്ക് ദാറ്റ്. ഓർ അവരുടെ കൂടെ പോകണമെങ്കിൽ അവരുടെ പോകും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, ഇത് മാത്രം ഫോക്കസ് ചെയ്യുക. അതിനൊപ്പം കൂടെ നിൽക്കുന്നവരാണെങ്കിൽ നിന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങളുടെ ഒപ്പം വെച്ചിട്ട് വേറൊരാളെ ഒപ്പം വെച്ചിട്ട് നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എന്തിനാ? അതിന്റെ ആവശ്യമില്ല. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിപ്പോ അദ്ദേഹത്തിന് ആരോടെ വേണേലും പോവാം. കാരണം മറ്റൊരാളുടെ പ്രസൻസോ അവരുടെ പ്രവർത്തികളോ ആയിരിക്കരുത് നമ്മളുടെ സന്തോഷത്തിന്റെ ആധാരം. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോകും. അങ്ങനെ അറ്റാച്ച്ഡ് ആവരുത്. എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ഇപ്പോൾ എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ, നമ്മളുടെ ഈ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി തന്നെ എത്ര ആൾക്കാർ ഈ ഒരു സെയിം ഇഷ്യൂ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇതൊരു ഇപ്പം നോർമലി സംഭവിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ കുറ്റമോ കുറവോ കൊണ്ടോ ഒന്നുമല്ല. ഈവൻ സെലിബ്രിറ്റീസിൽ തന്നെ എത്രയോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എന്നെ കാണാൻ ഭംഗിയില്ല, എന്നിട്ട് എനിക്ക് പൈസ, നല്ല പൈസയും ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള എത്ര സെലിബ്രിറ്റീസിന്റെ ലൈഫിൽ നമ്മൾ ഈ സെയിം കാര്യങ്ങൾ സംഭവിക്കുന്ന കണ്ടിട്ട്, കല്യാണം കഴിച്ചിട്ട് അവരറിയാതെ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധം വെക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതുകൊണ്ട് പണമോ സൗന്ദര്യമോ ഫെയിമോ ഇതൊന്നും അല്ല ഇതിന് ആധാരം. ചില ആൾക്കാർ അത്തരത്തിലെ വൈകൃതങ്ങളുള്ള ആൾക്കാരാണ്. അവരെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് അവരങ്ങനെയാണ്, അവരങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്ന് ചിന്തിക്കുക. അവരെ അവരുടെ വഴിക്ക് വിടുക. അവരെന്താന്ന് വെച്ചായിക്കോട്ടെ, പകരം അവരതിന്റെ പ്രത്യാഘാതം അനുഭവിക്കും. പ്രത്യാഘാതം എന്താ? നിങ്ങളുടെ സ്നേഹവും നിങ്ങൾക്ക് അവരോടുള്ള റെസ്പെക്റ്റും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർക്കുള്ള പ്രയോറിറ്റിയും എല്ലാം അവർക്ക് നഷ്ടപ്പെടും. ആ നഷ്ടം അവർ ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് വേറെ ആളുടെ ആവശ്യമില്ല. നമ്മളുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് മാത്രമാണ്. അല്ലാണ്ട് അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രം മതി. നമ്മൾക്ക് ജനിച്ച് വീണപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. ഇടയ്ക്ക് നമ്മൾ കുറെ ആൾക്കാരെ കണ്ടുമുട്ടുന്നു, കൂടെ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവരുണ്ടെങ്കിലേ ജീവിക്കൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പാരന്റ്സ് മരിച്ചുപോയി ജീവിക്കുന്ന ആൾക്കാരില്ലേ, മക്കൾ മരിച്ചുപോയിട്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, ആൾക്കാർ വരും പോകും. നമ്മൾ ജീവിതത്തിലെ പല 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 വേഷങ്ങൾ ഇങ്ങനെ കെട്ടിയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ പലരും നമ്മളുടെ കൂടെ നിൽക്കും, കുറെ പേര് നമ്മളുടെ വിട്ടു പോകും. അത് നാച്ചുറൽ ആണ്. അത് എന്ന് വെച്ച് നിങ്ങളെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ സെൽഫിഷ് ആണ്. നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കാത്തവരെ നിങ്ങൾ സ്നേഹിക്കേണ്ട, അവർക്ക് പ്രയോറിറ്റി കൊടുക്കണ്ട, അവർക്ക് ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആ ഒരു നന്മ അനുഭവിക്കാനുള്ള യോഗം അവർക്കില്ല. അവരത് ചൂസ് ചെയ്താണ് ആ ലൈഫ്. അവര് മറ്റൊരാളെ ചൂസ് ചെയ്തു. സോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരെ വിട്ടിട്ട് നിങ്ങളെ ചൂസ് ചെയ്യുക. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അത് അപ്പൊ അവരുടെ ഒന്നും ഫ്രീ വിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. അതായത് നിങ്ങൾ ഇങ്ങനെ തന്നെ വേണം അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെ വേണം എന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യും. ചിലപ്പോൾ ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ട് പുതിയ നല്ലൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമായിരിക്കും. അതിന് നിങ്ങൾ ഈ ആളെ തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ച് നിങ്ങൾ അയാളെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ജീവിതം ചിലപ്പോൾ ഭയങ്കര പരാജയമായി പോകും. നിങ്ങൾ ഡിപ്രഷനിലായിരിക്കും. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അതേ രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. നിങ്ങൾ ഇപ്പോഴുള്ള പാർട്ണർ അങ്ങനെ ആയിട്ട് മാറും. അല്ലെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? സ്ക്രിപ്റ്റിംഗ് മാത്രം ചെയ്തുകൊണ്ട് ആക്ഷൻ എടുക്കാതിരിക്കുന്നത്. ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? എപ്പോ കിട്ടുന്നുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു
റെസ്റ്റ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് നിങ്ങൾ അതിനിങ്ങനെ ഭയങ്കരമായിട്ടും എന്താ പറയുന്നത്, ഒരു നമുക്കിങ്ങനെ ഒരു ഫീൽ ഇല്ല, അത് നടക്കുമോ നടക്കും, എപ്പോൾ കിട്ടും, ആ ഒരു ഫീലിംഗ് ഒഴിവാക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഡ്രീം റിയാലിറ്റിയിലാണ് ജീവിക്കേണ്ടത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഡ്രീം റിയാലിറ്റിയിൽ ജീവിക്കുമ്പോൾ എന്താ, നിങ്ങൾ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് അത് കിട്ടി. അപ്പൊ ഇത് എപ്പോൾ കിട്ടും എന്നുള്ള നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിനോട് പറഞ്ഞു, സോ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, ഓൾറെഡി അത് അവിടെ ഉണ്ട്. അതെന്റെ അടുത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും, അത് അതിന്റെ സമയത്ത് എന്റെ അടുത്തേക്ക് വന്നോട്ടെ. ഞാൻ അതുവരെ ഞാൻ കൂളാണ്, ഞാൻ ഭയങ്കര പേഷ്യന്റ് ആണ്. സോ എനിക്കറിയാം അത് എനിക്കുള്ളതാണ്, എന്റേതാണ്. സോ പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുക, അത് എന്തായാലും സംഭവിക്കും, എനിക്ക് 100% ഉറപ്പാണ് അത് സംഭവിക്കും. പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അതിൻ്റെതായ സമയത്ത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. സോ ആ ഒരു ഒബ്സഷൻ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ എപ്പോൾ കിട്ടും നിങ്ങൾ ഓവർലി അതിൽ ഒബ്സസ്ഡ് ആകുമ്പോഴത്തേക്കും അത് നിങ്ങളിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുക. ഓക്കെ, എന്നും ഇങ്ങനെ ഭയങ്കര ഡെസ്പറേഷനിൽ നിങ്ങൾ ചിക്കൻ എപ്പോഴാ കിട്ടുക, എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല, ശരിയായില്ല എന്ന രീതിയിലൊന്നും ചിന്തയിൽ വരരുത്. നിങ്ങളത് റൈറ്റ് ചെയ്യുക, നിങ്ങൾ ആഗ്രഹങ്ങൾ എഴുതുക, നിങ്ങളത് ഫീൽ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം ആ ലൈഫ് തന്നെ നിങ്ങൾക്ക് അത് അൺഫോൾഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി എഴുതുന്നതിന് പകരം നമ്മൾ എഴുതുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫർമേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാം. അതായത് ഒരു 3-6-9 മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മൾ രാവിലെ എഴുതി കഴിയുമല്ലോ, എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അഫർമേഷൻ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അഫർമേഷൻ നിങ്ങൾ 3 തവണ പറയാം. ഇപ്പൊ നിങ്ങളുടെ ഒരു ഡ്രീം കരിയർ ആണ് കിട്ടിയതെങ്കിൽ അത് 3 തവണ പറയുക. ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് എന്താണോ ആ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ഹൗസ് നിങ്ങൾ ബിൽഡ് ചെയ്തു, അത് 3 തവണ പറയുക. ഉച്ചയാകുമ്പോഴത്തേക്കും അത് 6 തവണ പറയാം. മനസ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഒരു 6 സെക്കൻഡ് പോലും 5 സെക്കൻഡ് പോലും എടുക്കില്ല ഇത് പറയേണ്ടത്. പക്ഷെ അത് നിങ്ങൾ വേണമെങ്കിൽ കൃത്യമായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല റിമൈൻഡർ ഇട്ട് വെച്ചിട്ടോ നിങ്ങൾ അത് അഫർമേഷൻസ് പറയാം. 6 തവണ പറയാം. രാത്രിയാകുമ്പോഴത്തേക്കും 9 തവണ പറയാം. അതായത് ഐ എം ലിവിങ് എ പീസ്ഫുൾ ലൈഫ് ഐ ഓൾവേസ് ഡ്രീംഡ് ഓഫ് എന്ന് പറയാം. അപ്പോൾ ഈ നമ്പേഴ്സ് ഒരു എന്താ പറയുന്നത്, ഗോൾഡൻ നമ്പേഴ്സ് ആണെങ്കിലും നമ്പേഴ്സിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് എന്താണ്, കൺസിസ്റ്റൻസി, സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ള. ഇപ്പൊ ഡെയിലി രാവിലെ ഒരു ഇന്ന സമയം, ഉച്ചയ്ക്ക് ഇന്ന സമയം, രാത്രി ഇന്ന സമയം എന്ന് നിങ്ങൾ ഓൾറെഡി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ സമയത്ത് അഫർമേഷൻസ് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് ഡെയിലി റൂട്ടീൻ എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. 1 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. ഓക്കെ, ഡീപ്പ് ബ്രീത്തിങ് നിങ്ങൾ ചെയ്യുക. അത് ഞാൻ പറഞ്ഞ പോലെ ബോക്സ് ബ്രീത്തിങ് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. ഒരു 60 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇതുപോലെ ഡീപ്പ് ബ്രീത്ത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുറത്തേക്കിടാം. അപ്പൊ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ശരീരം ഭയങ്കര കാം ആയിരിക്കും. 10 മിനിറ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, 10 മിനിറ്റ്. ആ 10 മിനിറ്റ് എന്ത് ചെയ്യണം, ആദ്യത്തെ 1 മിനിറ്റ് നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരം കാമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ പ്രശ്നങ്ങളോ ഇത് നടക്കുവോ എന്നുള്ള തോന്നലുകളെല്ലാം മാറ്റി നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട്, നല്ലതിനെ പറ്റി മാത്രം, വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡ്രീം ഉണ്ടല്ലോ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് 1 മിനിറ്റ് നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കണ്ട് അത് ഡിസൈഡ് ചെയ്തതിനു ശേഷം 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. നിങ്ങളുടെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ആ ആഗ്രഹം എഴുതുക. അതിനുശേഷം 2 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, ആ എഴുതിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞതായിട്ട് കണ്ണടച്ചിട്ട് നിങ്ങളത് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഭാവനയിൽ കാണുക, അത് നിങ്ങൾ ഫീൽ ചെയ്യുക, അത് നിങ്ങൾ സ്മെല്ല് ചെയ്യുക, നിങ്ങൾ ടച്ച് ചെയ്യുക. അങ്ങനെ അത് ഓൾറെഡി സംഭവിച്ചതായിട്ട് നിങ്ങൾ ആ ഒരു 2 മിനിറ്റിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീം ലൈഫിൽ പോയിട്ട് അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് സെൻസ് ചെയ്ത് അത് അനുഭവിച്ച് നിങ്ങൾ തിരിച്ചു വരിക. അതിനുശേഷം ഇന്ന് ചെയ്യേണ്ട ആ ആക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഒരു മിനിറ്റിൽ അന്നത്തെ ടു ഡു ലിസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതുക. അതായത് ഇത്ര സമയത്ത് ഞാൻ എന്താ പറയുന്നത്, ഇപ്പം എക്സാം പഠിക്കുകയോ എന്താണ് നിങ്ങൾ അന്ന് നിങ്ങളുടെ ആ ഡ്രീം ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി എഴുതാം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എഴുതാം, എന്താണ്, ഡിയർ യൂണിവേഴ്സ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ബ്യൂട്ടിഫുൾ ലൈഫ് ഐ ആം ലിവിങ് ടുഡേ. എന്നിട്ട് ഐ ട്രസ്റ്റ് മൈ ജേർണി, ഐ ടേക്ക് അലൈൻഡ് ആക്ഷൻ എവറി ഡേ എന്നും കൂടെ എഴുതി അവസാനിപ്പിക്കാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ഒരു 10 മിനിറ്റ്സ് എടുത്ത് നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ,
ഇനി അവസാനമായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ അത് നിങ്ങളുടെ ഇമാജിനേഷൻ മാറണം. ഇമാജിനേഷൻ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ തോട്ട്സ് മാറുകയുള്ളൂ. തോട്ട്സ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആക്ഷൻസ് മാറുകയുള്ളൂ. ആക്ഷൻസ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ടും സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വെറുതെ സ്വപ്നം കാണാതെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ചെയ്യുക. എഴുതി തുടങ്ങുക, നോട്ട്ബുക്ക് എടുക്കുക, അതിനുശേഷം ആദ്യ പേജിൽ എഴുതുക, ദിസ് ഇസ് ദ ലൈഫ് ഐ ആം ക്രിയേറ്റിംഗ് എന്ന് എഴുതുക. എന്നതിന് ശേഷം നിങ്ങളുടെ ഡ്രീം ലൈഫ് നിങ്ങൾ എഴുതി തുടങ്ങുക. അതിനുശേഷം നിങ്ങൾ മേ ബി ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ അന്ന് ആ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങളുടെ ഡ്രീം റിയാലിറ്റിയാണ്. ഇന്നിപ്പോ വീട്ടിൽ പോയിട്ട് എൻ്റെ പഴയ ബുക്കുകളൊക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വീട് മേടിക്കുന്നത്, കാറ് മേടിക്കുന്നത്, കല്യാണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് എല്ലാം തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഇന്ന സ്ഥലങ്ങളിൽ ട്രിപ്പ് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ്. അത് നമുക്കത് കാണാൻ ഭയങ്കര കൗതുകവും അത്ഭുതവും സന്തോഷവും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ട എന്താ, ദിസ് ഇസ് ദ ലൈഫ് ഐ എം ക്രിയേറ്റിംഗ് എന്ന് ഫസ്റ്റ് തന്നെ ആദ്യത്തെ പേജിൽ തന്നെ നിങ്ങൾ എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതി തുടങ്ങുക. ഡെയിലി നിങ്ങൾ എഴുതി തുടങ്ങുക. 100% അത് സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറക്ഷൻ, നിങ്ങൾ വേറെ എങ്ങനെയൊക്കെയോ ഫോക്കസ്ഡ് ആയി പോകുന്ന നിങ്ങളെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് സ്ക്രിപ്റ്റിങ്ങിന് സാധിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ദ വിഷൻ, ഫീൽ ദ വിഷൻ, വർക്ക് ഫോർ ദ വിഷൻ ആൻഡ് ബിക്കം ദ പേഴ്സൺ ഹു ക്യാൻ ലീവ് ഇൻ ദാറ്റ് വിഷൻ. ഓക്കെ. സോ നമ്മൾ ഇന്ന് എഴുതുന്ന ആ ചെറിയ സ്ക്രിപ്റ്റ് നാളെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ചാപ്റ്റർ ആവാം. സോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കി നടപ്പിൽ വരുത്തുക എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ടർ നിങ്ങളാണ്, തിരക്കഥാകൃത്തും നിങ്ങളാണ്. ആ ജീവിതത്തിന്റെ സ്ക്രീൻ പ്ലേ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് എന്ത് സ്വപ്നങ്ങൾ വേണമെങ്കിലും കാണാം. എന്തും ഈ ലോകത്ത് അച്ചീവബിൾ ആണ്. എന്തും സ്വപ്നങ്ങൾ കാണൂ, അതിനുശേഷം അത് നടക്കും എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് വിശ്വസിക്കൂ. അതിനു വേണ്ടിയുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുക. സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 100% അത് നടക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ 90 ഡേയ്സ് ചലഞ്ചിൽ നിങ്ങൾ എത്രത്തോളം എത്തി, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.